ഇത് നമ്മുടെ വിഷു സ്പെഷ്യൽ വ്ലോഗ് ആട്ടോ. പക്ഷെ വിഷുവിന് ഇടാൻ സമയമില്ലാത്ത കാരണമാണ് ഇന്നിടുന്നത്. പച്ചടി കിച്ചടി സാമ്പാർ തോരൻ അവിയൽ രസം പരിപ്പറി കാളം പപ്പടം അച്ചാർ പായസം അങ്ങനെ 10-20 ഐറ്റംസ് ഒന്നും ഇല്ലാട്ടോ നമ്മുടെ സദ്യയിൽ. എന്നാലും ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മിനിമൽ സദ്യ. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് അടിച്ചിട്ട് നമ്മൾ ഈ പോകുന്നത് ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി ഷോപ്പ് തുറന്നപ്പോഴേക്കും 3 ഡെലിവറി ചറ പറയുന്നു വന്നു. അങ്ങനെ പാക്ക് ചെയ്ത ഫുഡ് എടുത്തിട്ട് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഡെലിവറി കൊടുത്ത് തിരിച്ച് ഷോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും അടുത്ത ഡെലിവറിക്ക് ഉള്ളത് അവിടെ സെറ്റ് ആയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് എടുത്ത് ഡെലിവറി ചെയ്യാൻ പോണ വഴിക്ക് നോക്കിയാൽ മഴ ചാറുണ്ടായിരുന്നു കേട്ടോ. മഴ എങ്ങാനും കണത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷു സ്പെഷ്യൽ കോസ്റ്റ്യൂമായ വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ ഉപ്പിലിട്ട മാങ്ങ പോലെയാവും. പട്ടിക്കാട് പീച്ച് ഭാഗത്തൊക്കെ ഡെലിവറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ ഏരിയകളൊക്കെ വൻ വൈബാണ്. അങ്ങനെ ആ ഡെലിവറി കൊടുത്തപ്പോഴേക്കും കിട്ടില്ല മഴ പെയ്തുട്ടോ. അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ മെരിപ്പിനെ കെട്ടുന്ന ടാർപ്പായ പോലത്തെ റെയിൻ കോട്ട് എടുത്തിട്ടോ. അത് കാരണം വലിയ സീനൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് എത്തി. അപ്പോഴേക്കും അവിടെ അടുത്ത ഫുഡ് റെഡി ആയി അതെടുത്തിട്ട് അടുത്ത ഡെലിവറിക്ക് പോകുന്നുട്ടോ. ഈ ഡെലിവറിക്ക് പോകുമ്പോൾ കനാല് കണ്ടുട്ടോ. കനാലിൽ ഇറങ്ങിയിരുന്നിട്ട് അൽഫാം തിന്നണ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂട്ടോ. അങ്ങനെ ഞാൻ വൈറലാവട്ടെ. അങ്ങനെ ആ ഡെലിവറി കൊടുത്ത് വീണ്ടും തിരിച്ച് ഷോപ്പിലെത്തി അടുത്ത 2 ഓർഡറും കൂടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതെടുത്ത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോണ പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ആ 2 ഓർഡർ നമ്മൾ കറക്റ്റ് ഡെലിവറി ചെയ്ത് തിരിച്ച് ഷോപ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്ന അടുത്ത 2 ഡെലിവറിയും കൂടി. അപ്പൊ ഈ ഡെലിവറി എടുത്ത് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ട് ഇത് കാണാൻ നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് എനിക്കറിയാം. 1-2 ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ ഷോപ്പിലത്തെ കാര്യങ്ങൾ വ്ലോഗിൽ ഉൾപ്പെടുത്താത്തത് ഇതുകൊണ്ട് തന്നെയാണ്. ഷോപ്പിൽ പ്രത്യേകിച്ച് ഒരു കിണ്ടി നടക്കണില്ല. ഞാൻ വരുന്നു ഡെലിവറി പോകുന്നു, ഞാൻ വീണ്ടും ഡെലിവറി പോകുന്നു. ഇതാണ് ഷോപ്പിലത്തെ പരിപാടി. അങ്ങനെ ഷോപ്പ് കടിച്ച് വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ കറങ്ങണ പടക്കങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കാറിലും കുറച്ച് പടക്കങ്ങൾ വന്നു കേട്ടോ. കൂട്ടത്തിലത്തെ മെയിൻ പടക്കം അമ്മാനാണ് കേട്ടോ. കാരണം അമ്മാന്റെ ബുദ്ധി വിമാനാണ്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും അമ്മാൻ അൾട്രാ റിച്ച് ആണ് കേട്ടോ. അതിന്റെ സിമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മാൻ അൾട്രാ റിച്ച് എന്ന് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. കണ്ട ചായയൊക്കെ കുടിച്ചിട്ട് സ്വന്തം ഫോണൊക്കെ അവർക്ക് ടിപ്പായി കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് തന്നെ വീട്ടിലേക്ക് അവർ പോയിട്ട് പിന്നെ നമ്മൾ ഈ ക്യൂട്ട് കപ്പിൾസിന്റെ കൂടെ പോകുന്നത് ആലപ്പുഴ ജിംഖാന കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിയേറ്ററിലേക്കാണെങ്കിലും മെരിപ്പിനാണെങ്കിലും ഒരേ കളർ ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു പുറത്തേക്ക് ഇറങ്ങാം. കാരണം ഏറ്റവും കൂടുതൽ കപ്പിൾ ഗോൾ അടിച്ച് ബാൻഡ് ഡിയോർ അടിക്കാനാണ് ഇവരുടെ ഭാവി പ്ലാൻ. കാലിറഹ്മാന്റെ ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴ ജിംഖാന എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ വിഷുവിന് ഇറങ്ങിയ ബാക്കി സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആലപ്പുഴ ജിംഖാനയാണ്. അപ്പോ ശരി.